ഹായ് ഗൈസ്. ഇപ്പോൾ അമേരിക്കയ്ക്ക് അടുത്തതായിട്ട് സ്വിറ്റ്സർലാൻഡും അവരുടെ എയ്ഡ് മണി ബംഗ്ലാദേശിന് കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. അമേരിക്ക ഓൾറെഡി സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. ഇന്ത്യ ആണെങ്കിൽ ബഡ്ജറ്റിൽ പുതിയതായിട്ടൊന്നും അലോക്കേറ്റ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ബംഗ്ലാദേശിന്റെ അവസ്ഥ ഇപ്പോൾ ഏറ്റവും വലിയ നരകത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം എന്തുകൊണ്ടാണ്? അമേരിക്കന്റെയും സ്വിറ്റ്സർലാൻഡിന്റെയും ഒരുമിച്ച് ഫണ്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശുകാരെ എങ്ങനെയാണ് അഫക്ട് ചെയ്യാൻ പോകുന്നത് ഉള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ടിടക്കും. അപ്പോൾ ആദ്യം സ്വിറ്റ്സർലാൻഡിന്റെ നോക്കിയിട്ട്, കാരണം സ്വിറ്റ്സർലാൻഡിന്റെ കുറച്ച് ഫണ്ടുള്ളൂ, എന്നാൽ അമേരിക്കന്റെ വലിയൊരു തുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശിന് നഷ്ടമാവാൻ പോകുന്നത്. രണ്ടും കൂടെ ഡീറ്റെയിൽ ആയി നോക്കിയതിനു ശേഷം ഇത് എങ്ങനെയാണ് ബംഗ്ലാദേശിനെ ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ബംഗ്ലാദേശിന് ഇനി ഞങ്ങൾ എയ്ഡ് മണിയോ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇനി ഫ്യൂച്ചർ പ്രോജക്റ്റുകളോ ഫ്യൂച്ചർ മണിയോ ബംഗ്ലാദേശിന് ഇനി കൊടുക്കില്ല എന്നുള്ള ഒരു അനൗൺസ്മെന്റ് കൊടുത്തു. പെട്ടെന്ന് തന്നെ പിച്ചെടുക്കാൻ വേണ്ടി യുനെസ് പോയി, പക്ഷെ വീണ്ടും അവർ റിജക്ട് ചെയ്യായിരുന്നു. ഞങ്ങൾ ഇനി ബംഗ്ലാദേശിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല, അതായത് പുതിയതായിട്ടൊരു എയ്ഡ് മണി ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ബംഗ്ലാദേശിന് മാത്രമല്ല, സ്വിറ്റ്സർലാൻഡ് 3 രാജ്യത്തിനെതിരെയാണ് ഈ തീരുമാനമെടുത്തത്. അൽബേനിയ, സാംബിയ, ബംഗ്ലാദേശ്, ഈ 3 രാജ്യങ്ങൾക്കും ഇനി എയ്ഡ് മണി കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എയ്ഡ് മണികളെല്ലാം തന്നെ കൺവേർട്ട് ചെയ്ത് സ്വിറ്റ്സർലാൻഡ് ഉക്രൈന് കൊടുക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ് അറിയിച്ചിരിക്കുന്നത്. ഇനി അമേരിക്കയുടെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ, അതായത് അമേരിക്ക ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പോൾ ടെമ്പററി ആയിട്ട് ഈ എയ്ഡ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ എയ്ഡ് സ്റ്റോപ്പ് ചെയ്താൽ ഏറ്റവും പണി കിട്ടിയത് ബംഗ്ലാദേശിനാണ്. അത് എങ്ങനെയാണെന്നറിയും. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് അമേരിക്ക കൊടുത്തുകൊണ്ടിരുന്നത് ഇതേ ബംഗ്ലാദേശിനായിരുന്നു. ഫുഡിന്റെ കാര്യത്തിനും ഹെൽത്തിന്റെ കാര്യത്തിനും അതുപോലെ തന്നെ എൻവിറോൺമെന്റ്, എഡ്യൂക്കേഷൻ, ഇങ്ങനെ പല പ്രോജക്റ്റുകൾ ബംഗ്ലാദേശിൽ അമേരിക്കയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ബംഗ്ലാദേശികൾ, അതായത് ജോ ബൈഡൻ ഉണ്ടായിരുന്നപ്പോൾ ഈ ഭരണമാറ്റത്തിന്റെ സമയത്ത് കൂടുതൽ ഫണ്ട് ഈ യൂണിസിന് എടുത്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള യൂണിസിന് ഒരു വർഷം ഏകദേശം 200 മില്യൺ ഓളം US$ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം അത് കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്തു. അത് മാത്രമല്ല, ഷെയ്ഖ് ഹസീനനെ എടുത്തു കളഞ്ഞ് ആ ഒരു സമയത്തെല്ലാം തന്നെ ജോ ബൈഡൻ പറഞ്ഞു അടുത്ത 5 വർഷം കൊണ്ട് തന്നെ 958 മില്യണോളം ഇതേ അമേരിക്ക ബംഗ്ലാദേശിന് വേണ്ടി കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ ബംഗ്ലാദേശിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് ഏകദേശം $450 മില്യൺ മാത്രമാണ്. ബാക്കി $500 മില്യൺ ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം അതും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, അമേരിക്കൻ പ്രോജക്റ്റുകളെല്ലാം തന്നെ പലതും ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാനും ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് ഇത് സ്ക്വീസ് ചെയ്തപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യൻ ബഡ്ജറ്റിൽ നമ്മൾ പുതിയതായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. പഴയ കൊടുക്കുന്ന ആ 120 കോടി രൂപ മാത്രം നമ്മൾ കൊടുക്കുന്നു. ബാക്കി അഫ്ഗാനിസ്ഥാനും മാലദ്വീപ്സിനെല്ലാം തന്നെ നമ്മൾ നല്ല രീതിയിൽ കൂട്ടിക്കൊടുക്കാനും തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും ബംഗ്ലാദേശിനെ ഇപ്പോൾ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ ബംഗ്ലാദേശിന് അഫക്റ്റ് ആവും? ബംഗ്ലാദേശിന് എങ്ങനെ അഫക്റ്റ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മ്യാൻമർ ബോർഡറിലുള്ള അറക്കൻ ആർമിയും അതുപോലെ തന്നെ റോഹിംഗ്യ മുസ്ലിംസും അവിടെ അടികൂടുമ്പോൾ അല്ലെങ്കിൽ അവിടെ യുദ്ധം ചെയ്യുമ്പോൾ ഈ റോഹിംഗ്യ മുസ്ലിംസ് അവിടെ നിന്ന് ഓടി വരുന്നത് ഇതേ ബംഗ്ലാദേശിലോട്ടാണ്. ബംഗ്ലാദേശിൽ വന്ന് കഴിഞ്ഞ 2 മാസം കൊണ്ട് തന്നെ 60,000 റോഹിംഗ്യാക്കൾ ഇതേ ബംഗ്ലാദേശിൽ വന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇവർക്ക് ഇവിടെ വന്നിട്ട് എങ്ങനെ ഭക്ഷണം കൊടുക്കും, ചെലവിന് ആര് കൊടുക്കും? ഇതെല്ലാം തന്നെ ഇതേ ബംഗ്ലാദേശ് ഗവൺമെന്റ് തന്നെ വഹിക്കേണ്ടതാണ്. അത് മാത്രമല്ല, ഈ ആൾക്കാർക്കെല്ലാം തന്നെ ഇത്രയും നാളും കൊടുത്തുകൊണ്ടിരുന്ന അമേരിക്കയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കംപ്ലീറ്റ് മണിയും അമേരിക്ക കൊടുക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് മാറ്റിയിരിക്കുന്നത്. ഇതുകൊണ്ട് അവിടെ കൂടുതലും കളവും ഇതെല്ലാം തന്നെ കൂടാൻ സാധ്യതകളുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവിടെയുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികൾ, അവിടെയുള്ള ഈ തീവ്രവാദികൾ അല്ലെങ്കിൽ റേഡിക്കൽ ഇസ്ലാം ഐഡിയോളജി പിടിച്ചെല്ലാം കൂടെ തല്ലി നശിപ്പിക്കുക, അതുപോലെ തന്നെ തീയിട്ട് നശിപ്പിക്കുക. ഇതുകൊണ്ട് തന്നെ ഏകദേശം 1000-ഓളം ഫാക്ടറികൾ കഴിഞ്ഞ 3 മാസമായിട്ട് റൺ ചെയ്യാൻ പറ്റാതെ ഷട്ട് ഡൗൺ സ്റ്റേജിലാണ് എന്നാണ് പറയുന്നത്. ഇതുകൊണ്ടെന്നാണ് അതിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് തൊഴിലവസരമില്ല. അവിടെയുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികൾ മൊത്തം സൂറത്ത്, നോയിഡ, കോയമ്പത്തൂർ, തിരുപ്പൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടെല്ലാം തന്നെ ജയ്പൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ആയിക്കൊണ്ട് വരിക എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. കാരണം അവർക്ക് അവിടെ, അതായത് പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല, ഫാക്ടറി മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഫാക്ടറി ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അടുത്ത സീസണെങ്കിലും അവർ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫാക്ടറികളിലുള്ള തൊഴിലാളികളുടെ എല്ലാം തന്നെ അവസരം നഷ്ടപ്പെടും. അതുപോലെ തന്നെ അവരുടെ എക്കണോമിയിൽ 11% വരുമാനം വന്നുകൊണ്ടിരുന്നത് ഇതേ ടെക്സ്റ്റൈൽ കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയിട്ടും ഇപ്പോൾ ബംഗ്ലാദേശ് നഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ
പാകിസ്ഥാനെക്കാട്ടിലും പിച്ചെടുക്കേണ്ട അവസ്ഥയിലോട്ട് ഇതേ ബംഗ്ലാദേശ് പോകും. പക്ഷെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ബോധറാവാനൊന്നും അവിടെയുള്ള യുനെസിന് ഇപ്പോൾ താല്പര്യമില്ല. യുനെസിന് എങ്ങനെയും കിട്ടിയ അവസരം വെച്ച് എങ്ങനെയും താൻ ആ ജീവിതകാലം മൊത്തം ബംഗ്ലാദേശിനെ ഭരിക്കണം, ഒരു രാജാവിനെ പോലെ വേണം എന്നുള്ളതാണ് ഇപ്പോൾ യുനെസിന്റെ ആവശ്യം. ഇത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ബംഗ്ലാദേശിൽ തന്നെ റെയിൽവേ തൊഴിലാളികളെല്ലാം തന്നെ കംപ്ലീറ്റ് സ്ട്രൈക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. 3 ദിവസത്തോളം കംപ്ലീറ്റ് സ്ട്രൈക്കും ഒറ്റ റെയിൽ പോലും റൺ ചെയ്തില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവർക്ക് മര്യാദയ്ക്ക് ഫണ്ട് കിട്ടുന്നില്ല, അതുപോലെ തന്നെ അവർക്ക് സാലറി കിട്ടുന്നില്ല. ഈ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് ഇപ്പോൾ അതെല്ലാം തന്നെ ഡിസ്കസ് ചെയ്ത് വീണ്ടും റെയിൽവേ ഫംഗ്ഷനായി എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ സെക്ടറുകളിലും ഇപ്പോൾ ബംഗ്ലാദേശ് താഴെ പോയിക്കൊണ്ടിരിക്കുക. എങ്കിൽ പോലും അവർക്ക് ഇന്ത്യനെ എതിർക്കണം, ഇന്ത്യനെ എതിർക്കുവാൻ എങ്ങനെയൊക്കെ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യനെ എങ്ങനെയും അറ്റാക്ക് ചെയ്യണം, ഇന്ത്യനെ കോർണർ ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയിലുണ്ടാണ് ഇപ്പോൾ അവിടെയുള്ള തീവ്രവാദിയായ ഇതേ യുനെസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാം പാകിസ്ഥാനെക്കാട്ടിലും വേഴ്സ്റ്റ് സിറ്റുവേഷനിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്താണ് വിചാരിക്കുക? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക.